പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നാടോടി വിഷൻ തിരിച്ചു വരുന്നു. ഒപ്പം ചൂടൻ ചർച്ചകൾക്ക് നേതൃത്വം നൽകുവാൻ നേരിന്റെ കാവൽക്കാരൻ ഹരിചന്ദ്രൻ. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ ബാറുകൾ തുറന്നു. കേരളത്തിലെ 77 ബാറുകൾക്കാണ് പ്രവർത്തനാനുമതി ലഭിച്ചിരിക്കുന്നത്. നമസ്കാരം, നാടോടി വിഷന്റെ ന്യൂസ് ടവറിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളികളുടെ അമിതമായ മദ്യപാന ആസക്തിയെക്കുറിച്ചാണ് ഇന്ന് ന്യൂസ് അവർ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്നും മദ്യവിമുക്ത സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി സിന്ധു കൃഷ്ണ നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം സിന്ധു കൃഷ്ണ. മതി. അടുത്തതായി കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും ചേരുന്നു സത്യസന്ധനായ നിയമപാലകൻ സബ് ഇൻസ്പെക്ടർ സർഫ് ഇൻസ്പെക്ടർ സർഫോ നമ്മളൊക്കെ ഒരു കേസ് കെട്ടുമായി സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ കാണാറുള്ള SI ഇല്ലേ, അതുപോണക്കത്തെ ഒരു SI ജോജി ജോസ് കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നു 22-ൽ പരം ബാറുകളുടെ ഉടമയായിട്ടുള്ള ശ്രീ സുന്ദരേശൻ മുതലാളി. നമുക്ക് ചർച്ചയിലേക്ക് വരാം. ശ്രീമതി സിന്ധു കൃഷ്ണ, എന്താണ് പുതിയ മദ്യ നയത്തെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? പറഞ്ഞാട്ടെ, ഞാനൊന്നു കേക്കട്ടെ. എന്ത് പറയാൻ? പോയില്ലേ? എന്താന്ന്? മനസമാധാനം. ഹരിചന്ദ്ര, എന്തോ അങ്ങനെ സംസാരിച്ചു പോകരുത്. അങ്ങനെ ഞാനല്ലല്ലോ സംസാരിച്ചത്. മേടവായാലും ഇടവായാലും താങ്കൾ പറയൂ. കേരളത്തിലെ 1,00,000-ൽ പരം വരുന്ന ബാർ തൊഴിലാളികൾ കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് പട്ടിണിയിലായിരുന്നു. അതെന്താണ് ചിന്തിക്കാത്തത്? അവരുടെ കുടുംബത്തിൽ മനസമാധാനം വേണ്ടേ? അവരുടെ കുടുംബത്തിൽ ഇപ്പോഴാണ് ഒരു മനസമാധാനം ഉണ്ടായത്. അതെന്താണ് മേഡം ചിന്തിക്കാത്തത്? മിസ്റ്റർ സുന്ദരേശൻ, നിങ്ങൾ മറ്റുള്ളവരുടെ കുടുംബത്തിൽ ചെന്ന് എത്തി നോക്കണം. എന്താ മേഡം ഈ പറയുന്നത്? 22 ബാറുള്ള ഞാൻ രാത്രി കളക്ഷന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് തളർന്ന് വീട്ടിൽ ചെല്ലുന്ന ഞാൻ മറ്റുള്ളവരുടെ കുടുംബത്തിൽ ഒളിഞ്ഞു നോക്കണം എന്നാണോ മേഡം പറയുന്നത്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഉദ്ദേശിച്ചൊന്നും എന്നോട് പറയണ്ട. നിങ്ങൾ പലതും ഉദ്ദേശിക്കും. ആ ഉദ്ദേശം എന്നോട് പറയണ്ട. ഞാൻ ഉദ്ദേശിച്ചത് മറ്റുള്ളവരുടെ കുടുംബത്തിൽ ചെന്ന് നോക്കണമെന്നാണ്. അല്ല മാഡം, ഈ മുതലാളി പോയി നോക്കിയാൽ മതി, അത് ഒളിഞ്ഞു നോട്ടമായിക്കോളും. മിസ്റ്റർ സുന്ദരേശൻ മുതലാളി, നിങ്ങൾ ഈ പറഞ്ഞതിനകത്ത് ഒരർത്ഥവുമില്ല. ഹരിചന്ദ്രൻ, ഇവിടെ കേരളത്തിലെ പ്രമുഖ ചാനലിലെ പല പ്രവർത്തകരും ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് രാത്രി 11 മണി കഴിഞ്ഞിട്ട് എന്റെ ബാറി വരും. ഞാൻ അവർക്ക് ഒളിഞ്ഞും മറിഞ്ഞ് സാധനം എടുത്ത് കൊടുക്കാറുണ്ട്. കണ്ടോ? കേരളത്തിലെ പ്രമുഖ ചാനലിലെ പല പ്രമുഖരും രാത്രി 11 മണിക്ക് ശേഷം അദ്ദേഹത്തിന്റെ ബാറിൽ ചെന്ന് കിളിവാതിലൂടെ മുട്ടാറുണ്ടെന്നാണ് പറയുന്നത്. അതല്ലേ ഈ കോട്ട് ഊരിയിട്ടിട്ട് ആദ്യം താങ്കൾ തന്നെയായിരിക്കും വരുന്നത് അവിടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട്. അളിയ, എന്തൊരു വർത്താനം അളിയ ഈ പറയുന്നത്? അളിയനോ? അല്ല, നമ്മളെ തമ്മിലുള്ള വിഷയം, ഈ ചാനൽ ചർച്ചയുടെ വിഷയം ഇതല്ലല്ലോ. നിങ്ങൾ വഴിതെറ്റിച്ച് വിടേണ്ട കാര്യം. ഇയാളെ എടുക്ക സാധനം എടുക്കാൻ ഞാൻ വരുന്നുണ്ടെങ്കിൽ അതിന് ഇരട്ടി പൈസ. കൃഷ്ണ, ഇതല്ലല്ലോ ചർച്ചാ വിഷയത്തിലേക്ക് വരൂ. നിങ്ങളുടെ സംഘടന ഈ പുതുക്കിയ മദ്യ നയത്തിനെതിരെ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? മിസ്റ്റർ ഹരിചന്ദ്രൻ, ഞങ്ങൾ ഇതിനെതിരായി ശക്തമായിട്ട് പ്രതികരിച്ചു. ബാറുകൾക്ക് മുന്നിൽ ചെന്ന് മോരും വെള്ളം വിതരണം ചെയ്തു. അത് ശരിയാണ്. ശ്രീമതി സിന്ധു കൃഷ്ണ കാട്ടിക്കൂട്ടിയ ആ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. സർക്കാരിന്റെ പുതിയ മദ്യനയം തിരുത്തുക. സ്ത്രീകളുടെ മദ്യവിരുദ്ധ സമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, സർക്കാരിന്റെ ഈ പുതിയ തീരുമാനത്തിനെതിരെ മോരും വെള്ളം
അക്കച്ചിമാരെല്ലാരും ഉണ്ടല്ലോ. ഞങ്ങൾ ആണുങ്ങളോ മദ്യമൊന്നും പറഞ്ഞ് പുറത്തിറങ്ങി നിൽക്കാം. നിങ്ങൾ പെണ്ണുങ്ങളോട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കുടുംബത്താള് വേണ്ട പെണ്ണുമ്പിള്ള. ചേട്ടാ ഇത് കുടിക്ക്. എന്തിനാ ഇത് മോരും വെള്ളം കുടിക്ക് ചേട്ടാ. എനിക്ക് മോരും വെള്ളം വേണ്ട ചേട്ടാ കുടിക്ക് ചേട്ടാ. ഓ ഈ ചേട്ടാ എന്നുള്ള വിളി കേൾക്കുമ്പോൾ എന്റെ പെണ്ണുമ്പിള്ളേങ്ങാരും ഇത് വിളിച്ചിരുന്ന ഞാൻ എത്ര ഹാപ്പി ആയിരുന്നു അറിയോ. അതെ ഈ മോരും വെള്ളം കുടിച്ചു കഴിയുമ്പോ ചേട്ടന്റെ ഭാര്യ ചേട്ടനെ ചേട്ടാന്നേ വിളിക്കത്തുള്ളൂ. ചേട്ടാ ഇത് എനിക്ക് മോരും വെള്ളം വേണ്ട. ചേട്ടന് മോരും വെള്ളം വേണം. നല്ല പയർ പോലെ ഓടി നടക്കണമെങ്കിൽ ഈ മോരും വെള്ളം കുടിക്കണം. ഞാൻ പയറ് പോലെ ഓടി നടക്കണേ മോരും വെള്ളം പോരാ. പിന്നെ വേറെ 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 വെള്ളം വേണം. അതെന്തുവാ? അതൊക്കെ പിന്നെ പറഞ്ഞുതരാം. മോളൊരു കാര്യം ചെയ്യും, ഈ മോര് എനിക്ക് വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം മതി. അതെന്തിനാ? എന്നാലല്ലേ ഇത് കഴിക്കാൻ പറ്റൂ. അതെ, മേഡത്തോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ ബാറിന്റെ ഫ്രണ്ടിൽ മോരും വെള്ളം കൊടുക്കുന്ന കലാപരിപാടികൾ എന്നും ഉണ്ടാകുമോ? എന്നും ഉണ്ടാവും. അതിനെന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ എന്നോട് പറയണേ, ഞാൻ തന്ന് സഹായിക്കാം. അല്ല ബാറളിയാ? ബാറളിയനോ? സുന്ദരേശൻ മുതലാളി, ബാറിന്റെ ഓണർ. ഞാൻ നിങ്ങളെ ബാറളിയാന്നേ വിളിക്കൂ. അല്ല എന്താണ് അങ്ങനെ സംസാരിച്ചത്? എന്താണ് അങ്ങനെ? അത് അളിയന് കാര്യം മനസ്സിലായില്ലേ? ഇല്ല. എന്റെ പൊന്നളി, ഈ ബാറിൽ നിന്ന് 4 അടിച്ച് പുറത്തിറങ്ങുന്നവർക്ക് ഇവർ ഈ മോരും വെള്ളം കൊടുക്കുമല്ലോ. ഈ മോരും വെള്ളം കുടിക്കുമ്പോൾ ഇവരുടെ കെട്ട് നഷ്ടപ്പെടും. വീണ്ടും അവർക്ക് 4 അടിക്കാനുള്ള ടെൻഡൻസി വർദ്ധിക്കുകയല്ലേ. അവര് വീണ്ടും അടിക്കുകയല്ലേ. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ. ഈ ന്യൂസ് ടവറിൽ ഞങ്ങൾ പുറത്തുവിടുന്നു നാടോടി വിഷൻ എക്സ്ക്ലൂസീവ്. സുന്ദരേശൻ മുതലാളിയുടെ ബിനാമി ശ്രീമതി സിന്ധു കൃഷ്ണ. ഇനിയും പല പ്രമുഖരും കുടുങ്ങും. അടിക്കുള്ള വാർത്ത വിട. മിസ്റ്റർ ഹരിശ്ചന്ദ്രൻ, ഞാൻ ശക്തമായിട്ട് എതിർക്കുന്നു. ഞാൻ ആരുടെ ബിനാമി അല്ല. നിങ്ങൾ ബിനാമിയല്ല, നിങ്ങൾ സുനാമിയാണ്. അതെ, ഞാൻ സുനാമിയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് തിരിച്ചടിക്കും. തിരിച്ചടിച്ചാൽ ഞാൻ മറിച്ചടിക്കും. ഹരിചന്ദ്ര, ഈ തിരിച്ചും മറിച്ചും അടിക്കാൻ നിങ്ങൾ ഓംലേറ്റ് അടിക്കുകയാണോ? ബാറളിയാ? മിസ്റ്റർ ഹരിശ്ചന്ദ്രൻ, മോരും വെള്ളം കൊടുക്കാൻ ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു, എന്റെ കൂടെ പലരും ഉണ്ടായിരുന്നു. ചിത്രം വ്യക്തമാകുന്നു. നാടോടി വിഷൻ എക്സ്ക്ലൂസീവ് സിന്ധു കൃഷ്ണ തുടർന്നടിക്കുന്നു. ഒറ്റയ്ക്കല്ല, പല പ്രമുഖരും ഇതിന്റെ പിന്നിൽ. ഇന്ന് അടിയുക്കട വാർത്ത എഴുതി വിടുന്നവന്റെ പശയിളകം അഥവാ ഊപ്പാട് തീരും. ഹരിചന്ദ്രൻ, ഹരിചന്ദ്രൻ, ഇവിടെ ഹരിചന്ദ്രൻ, ഒന്നും മിണ്ടായിരിക്കും സാറേ. ഒന്ന് ഹരിചന്ദ്രൻ, ഞങ്ങൾ പോലീസുകാര് ഇന്ന് ക്രിമിനൽ കേസിന്റെ പുറകെ പോകാതെ ഇന്ന് വെള്ളമടിച്ച് ബൈക്കിൽ കിടക്കുന്നവന്റെ പുറകെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോലീസുകാർ നിൽക്കുന്നത്. ഈ ബാറിൽ നിന്ന് 2 അടിച്ചിട്ട് ബൈക്ക് അല്ലെങ്കിൽ കാർ എടുക്കാൻ വരുന്നവൻ അവന് മോരും വെള്ളം കൊടുത്ത് പിന്നെ അവന്റെ പൂസിറക്കിയിട്ട് പിന്നെ അവൻ ബാറിലേക്ക് കയറുകയാണ്. ഇതിന്റെ ഇടയിൽ കിടന്ന് നട്ടം തിരുന്നത് ഞങ്ങൾ പോലീസുകാരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ബാറിന്റെ മുതലാളിനെ അല്ല നമ്മൾ അറസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ കുടിയന്മാർക്ക് ബാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് കുടിക്കാൻ മോരും വെള്ളം കൊടുത്ത് അവരെ കുടിക്കാൻ പ്രേരിപ്പിച്ച ഏതാണ്ട് എന്താ പറയുക, സെക്ഷൻ നമ്പർ 1355 പ്രകാരം ഈ സ്ത്രീകളെ വേണം നമ്മൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രേരണ കുറ്റമാണ്. അല്ല. എങ്കിൽ ഗൂഢാലോചന. അല്ല 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 ആണെന്ന്. ഇതിപ്പോ അതിന്റെ സീസൺ ആണല്ലോ. അല്ല മിസ്റ്റർ ഹരിശ്ചന്ദ്രൻ, ഇത് ഗൂഢാലോചനയല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ അരിയാഹാരം കഴിക്കാതിരിക്കണം. നാടോടി വിഷൻ എക്സ്ക്ലൂസീവ് 3 ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. 1, പുരുഷന്മാർ മാത്രം കടന്നു ചെല്ലാൻ ധൈര്യപ്പെടുന്ന ബാറുകളുടെ മുമ്പിലേക്ക് ശ്രീമതി സിന്ധു കൃഷ്ണ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു കടന്നു ചെല്ലുവാൻ? 2, 250 പാല് പോലും കിട്ടാത്ത കേരള സംസ്ഥാനത്തിന്റെ ബാറുകളുടെ ഫ്രണ്ടിൽ മുൻപിൽ ഇത്രയും മോരൊഴുക്കുവാൻ ഇതിന് മാത്രം മോരെവിടെ കിടക്കുന്നു മിസ്സസ് സിന്ധു കൃഷ്ണ? 3, ഇതിൽ ഗൂഢാലോചന ഇല്ലെന്ന് പറയുവാൻ ശ്രീമതി സിന്ധു കൃഷ്ണ, ഗൂഢാലോചന നിങ്ങളുടെ ചിറ്റപ്പന്റെ മകനൊന്നുമല്ലല്ലോ ശ്രീമതി സിന്ധു കൃഷ്ണ. മിസ്റ്റർ ഹരിശ്ചന്ദ്രൻ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ബാറിന്റെ മുന്നിലേക്ക് മോരും വെള്ളമായിട്ട് ചെന്നത് ഞങ്ങൾ സ്ത്രീകൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ പുരുഷന്മാരും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തകരെ ഇവിടുത്തെ പോലീസുകാർ ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോയി. മിസ്റ്റർ ജോജി ജോസ് മറുപടി. നിങ്ങൾ ചുമ്മാ വായി തോന്നുന്നു അതും ഇതും വിളിച്ചു പറയരുത്. ഞങ്ങൾ ബലമായി പിടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് കാണിക്ക്, തെളിവുകൾ കാണിക്ക്. തെളിവുണ്ട് മിസ്റ്റർ ജോജി ജോസ്, തെളിവുണ്ട്. ചാരായം കുടിക്കരുതേ, ചാരായം കുടിക്കരുതേ, കരം നശിച്ചിടും മനക്കേട് വരുത്തിടും, അതുകൊണ്ട് ചാരായം കുടിക്കരുതേ, ചാരായം കുടിക്കരുതേ, കരം നശിച്ചിടും മനക്കേട് വരുത്തിടും, അതുകൊണ്ട് ചാരായം കുടിക്കരുതേ. ഷാപ്പിൽ കയറി കുടിച്ച് വെലി പിടിച്ചൊടിച്ച് പോലീസുകാർ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടടച്ച്, ഷാപ്പിൽ കയറി കുടിച്ച് വെലി പിടിച്ചൊടിച്ച് പോലീസുകാർ പിടിച്ച് സ്റ്റേഷനിൽ. അവന്മാരാ ഡ്രം വെച്ച് എന്നാ കീച്ചല്ലേ കീച്ചുന്നേ, സുഖിച്ചല്ലേ?
ഇത്രയ്ക്കും ബോധമില്ലാത്ത പോലീസുകാരനായി പോയല്ലോ. ഇവിടെ കിടന്നോണ്ട് സുഖിക്കാൻ വേണ്ടിട്ട് അവന്മാരവിടെ DJ പാർട്ടി നടത്തുവല്ല. ആ ബാറിൽ നിന്ന് കള്ളും കുടിച്ചോണ്ട് റോട്ടിൽ കിടന്നോണ്ട് വെളിവുകാട് കാണിക്കുന്ന ചാൾസ് അല്ല ചാർജ്. അവന്മാരെ പിടിച്ച് വണ്ടിയൊക്കെ ഉദ്യോഗസ്ഥനായാലും വിദ്വാനായിരുന്നാലും പോലീസ് എന്തുന്നാ പാടി ഞാൻ കറക്റ്റ് പിച്ചിലൊക്കെ കിട്ടും. ഈ തെളിവ് പോരാതെ വരുമെന്നാണോ സാർ പറയുന്നത്? അല്ല, ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേക്ക്. നാടോടി വിഷൻ എക്സ്ക്ലൂസീവ് വിടരുത്. വിടും. അയ്യോ, വിടരുതെന്ന്. ഞാനിത് വിടും. ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. അയ്യോ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാതെ വിടരുതെന്ന്. എനിക്ക് കേക്കണ്ട. ഞാൻ എക്സ്ക്ലൂസീവ് വിടും. എനിക്ക് കേക്കണ്ട. അദ്ദേഹം പറയാനുള്ള കേക്കാൻ എനിക്ക് കേക്കണ്ട. കേക്കണ്ട. ഹരിചന്ദ്ര, അങ്ങനെയാണെങ്കിൽ രാത്രി 11 മണി കഴിഞ്ഞ് എന്റെ ബാറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പെഗ് പോലും ഞാൻ തരത്തില്ല. അങ്ങനെയുള്ള കടുത്ത നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ എങ്കിൽ ബാക്കി സാർ പറയട്ടെ. മനസ്സിലായി. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. പറഞ്ഞു പിടിച്ച് വന്നപ്പോ നിങ്ങളെ 3 പേര് സെറ്റ്, ഞാൻ ഒറ്റ. അത് കൊള്ളാം. എന്തായാലും സാറ് ഞങ്ങളുടെ പ്രവർത്തകരോട് കാണിച്ചത് നീതി നിഷേധം തന്നെയാ. ഞാൻ എന്ത് നീതി നിഷേധം കാണിച്ചെന്നാണ് പെണ്ണുപിള്ള നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്കറിയാൻ പാടില്ലാത്തോണ്ടാ ഓരോരുത്തന്മാര് ബാറിൽ കയറി കള്ളും കുടിച്ച് വഴി കിടന്ന് കാണിക്കുന്ന കാട്ടായം മുഴുവൻ കാണുന്നത് ഞങ്ങള് പോലീസുകാരാ. ഹലോ. ഞാനിപ്പോൾ വരാം. ഞാൻ പള്ളിയില്ല. അച്ഛൻ വരുന്നുണ്ട്. ഇപ്പൊക്കെ ഞാനിപ്പോൾ വിളിക്കട്ടെ. ശരി. പള്ളിയിലോ? ആരാ? അവിടെ കഴിച്ചിട്ട് പോടാ. ഞാൻ ഒരു 10 ദിവസത്തേക്കല്ലേ വന്നേ. കഴിച്ചിട്ട് പോ, സന്തോഷമായിട്ട് പിരിഞ്ഞു പോടാ. അവളോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കഴിക്കേ, സമാധാനമായിട്ട് കഴിക്കേ. നീ ഇരിക്കടാ. ഞാൻ പോരാ. ഓക്കെ. എടാ, ചെക്കിംഗ് ആണ്. ബാറ് തുറന്നില്ല. അതിന് മുമ്പ് അവന്മാർ ഫ്രണ്ട് കയറി ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താൻ പറ്റും. എടാ, അത്യാവശ്യമായിട്ട് എനിക്ക് പോകേണ്ടതാണ്. നീ കഴിക്കടാ. പോകാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞുതരാടാ. നീ പറഞ്ഞു തരണേ, എന്നെ കൊടുക്കല്ലേ? നീ കഴിക്കേ. ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ ശ്രീമതി സിന്ധു കൃഷ്ണ മറുപടി. എന്തൊക്കെ പറഞ്ഞാലും തുറന്ന ബാറുകളെല്ലാം പൂട്ടണം. ഞാൻ പൂട്ടിച്ചിരിക്കും. മേഡം, ഒരു കാര്യം മനസ്സിലാക്കണം. മേഡം, ഈ പൂട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഈ 3 വർഷക്കാലം ബാറ് പൂട്ടിയിരുന്നപ്പോൾ ഇവിടെ കഞ്ചാവ് സുലഭമായിരുന്നു. ഇവിടുത്തെ പുതുതലമുറ കഞ്ചാവിന് അടിച്ചായിരുന്നു. 50 രൂപയ്ക്ക് കഞ്ചാവ് മേടിച്ച് വലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 50 രൂപയ്ക്ക് കഞ്ചാവോ? എവിടെ സ്കൂൾ കുട്ടികൾക്ക് കിട്ടും. അപ്പൊ അമ്പക്കില്ലേ? നമുക്ക് പഴയ ഇരട്ടി വില തന്നെ കൊടുക്കണം. ഞാൻ എന്റെ പിള്ളേരുടെ ഡ്രസ് ഇട്ടുണ്ടോ യൂണിഫോം ഇട്ടുണ്ടോ പോയാലോ? അതെന്തിനാ? ഇപ്പൊ പിള്ളേർക്കാണ് മൊത്തത്തിനും കൺസെഷൻ. അളിയനെന്ത് വർത്താനം അളിയാ പറഞ്ഞേ? ശരിയാ, മുതലാളി പറഞ്ഞ കറക്റ്റ് കാര്യമാ പറഞ്ഞത്. ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ചാരായം നിർത്തലാക്കിയപ്പോൾ കല്ലുവാതികൾ ദുരന്തമുണ്ടായി, വൈപ്പിൻ ദുരന്തമുണ്ടായി, നാഗമ്പടം ദുരന്തമുണ്ടായി. നാഗമ്പടം ദുരന്തോ? അതിന് നാഗമ്പടത്തവിടെ ദുരന്തം ഉണ്ടായത്? അല്ല, നാഗമ്പടത്ത് ദുരന്തം ഉണ്ടായില്ല. എന്റെ നാടായതുകൊണ്ട് ഞാനൊന്ന് ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞതാ. നാഗമ്പടത്തെ ഏറ്റവും വലിയ ദുരന്തമാണ് ഈ ഇരിക്കുന്നത്. നമുക്ക് തിരിച്ചു വരാം. പനിച്ചു വിറച്ച് കേരളം. സർക്കാർ ആശുപത്രികളിൽ വേണ്ടത്ര ഡോക്ടർമാരില്ലാതെ രോഗികൾ വലയുന്നു. നമുക്ക് കാണാം. എന്താ അസുഖം? തലവേദന. അല്ല സാറേ, പനിയാണ്. എടി, എനിക്ക് തലവേദനയാണ്. ഇന്നലെ എന്റെ അടുത്ത് പനിയാണെന്നാ പറഞ്ഞത്. എനിക്ക് തലവേദനയാന്ന് പറഞ്ഞില്ലേ? എന്റെ അസുഖം എനിക്കല്ലേ അറിയുള്ളൂ. എന്നോട് ഇന്നലെ പനിയാണെന്ന്. അല്ലോ, അതോ തലവേദനയാണോ പനിയാണോ നിങ്ങളൊന്ന് ഫിക്സ് ചെയ്യേ. പനിയുണ്ടായിരുന്നു സാറേ.
പനിയുണ്ട്, തലവേദനയും പനിയുണ്ട്. രണ്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയണം. അപ്പോൾ ടോമാക്സ് എഴുതി കിട്ടിയിട്ട് അപ്പോൾ വേറെ ഇനി അസുഖമൊന്നുമില്ലല്ലോ അല്ലേ? തൊണ്ടവേദന. തൊണ്ടവേദന ചുമയാണ്, ഭയങ്കര ചുമയാണ്. ഇനി എനിക്ക് തൊണ്ടവേദനയാന്നേ. എന്റെ ദൈവമേ, ഇന്നലെ കിടന്ന് എന്ത് ചുമയാണ് ചുമച്ചത്? ഞാനങ്ങ് ചുമച്ചില്ല, എനിക്ക് തൊണ്ടവേദന. ഹലോ, നിങ്ങൾ രണ്ടുപേരും രണ്ട് റൂട്ടിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഇത്? സാറേ, എനിക്കറിയാമല്ല, ഞാനല്ലേ കൂടെ ഉള്ളത്, എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം ഞാനങ്ങോട്ട് പറയാ. ഈ ഒരേ ഒരു പേനയേ ഉള്ളൂ ഇവിടെ. ഇതിൻ്റെ മഷീൻ തീരാറായി. വേറെ ഒരു പേന വേണമെങ്കിൽ 9 പേപ്പർ എഴുതി സർക്കാരിനെ ഏൽപ്പിച്ചാലേ അടുത്ത പേന വരുള്ളൂ. ഇത് സർക്കാർ ഹോസ്പിറ്റലാണ്, പ്രൈവറ്റ് അല്ല. അത് മനസ്സിലാക്കി അങ്ങോട്ട് ഇങ്ങനെ തർക്കിക്കാതെ കാര്യങ്ങൾ വ്യക്തമാക്കി പറയാം. ഞാൻ പറഞ്ഞോളാം, മിണ്ടാണ്ടിരിക്കോ? പിന്നെ വേറെ എന്തൊക്കെ? ഇങ്ങനെ മഴയൊക്കെ അല്ലേ സാറേ, പണിക്കൊന്നും പോകാൻ പറ്റില്ല. ഓക്കേ, ഇല്ല സാർ, അത് സത്യമാ. നിങ്ങളുടെ വിശേഷമല്ല ഞാൻ ചോദിച്ചത്, വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോന്ന്? വേറെ ഒന്നുമില്ല സാർ. എൻ്റെ മെഡിക്കൽ സയൻസിൽ ഇത്രയും രോഗമായിട്ട് ഒരാൾ വരുന്നത് ആദ്യമാണ്. ഓക്കെ, ടെൻഷൻ അടിക്കണ്ട. സിസ്റ്ററെ. യെസ് ഡോക്ടർ. ഇയാൾക്ക് പനിയുണ്ട്, തലവേദനയുണ്ട്, തൊണ്ടവേദനയുണ്ട്, ചുമയുണ്ട്, നടുവേദനയുണ്ട്, ദേഹനൊമ്പരമുണ്ട്. അപ്പം ഞാനൊന്ന് നോക്കി കുറേ ടെസ്റ്റ് ചെയ്തു. അപ്പം പനിക്ക് ലാസ്റ്റിൻ തിളക്കീമിയ മോത്തബൻസ്റ്റീൻ വിത്തൗട്ട് അമേനിക്കൽ കൈമ്പോസ്റ്റീൻ പാർട്ട് വോപ്പൻസ്. No. I think it is due to the lack of blood in his eyes. അപ്പോൾ നമുക്ക് മറ്റേതങ്ങോട്ട് ഫിക്സ് ചെയ്താൽ അതെ, ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി. ഓക്കെ, അതാണ് ഞാനൊരു ഡൗട്ട് അടിച്ചത്. എനിക്കൊരു ഡൗട്ട് തോന്നി. അത് പിന്നെ അല്ല സാർ, ഡെങ്കിപ്പനിന്ന് സ്ഥിരീകരിക്കാൻ പറ്റും. ഞാൻ പറയുന്ന കേട്ടിട്ട് മാത്രം എഴുതിയാ. അല്ല, അതിപ്പോ ഓക്കെ, ഇത്രയും രോഗികൾ നോക്കുന്നല്ലേ, അപ്പൊ അതിൽ ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. അല്ല സാർ, അത് മൂന്നാമതൊരു ഒപ്പീനിയൻ ചോദിക്കുന്ന നല്ലതാണ്. വെരി ഗുഡ്, നൈസ് ഒപ്പീനിയൻ. നമുക്ക് കമ്പൗണ്ടറിനോട് ചോദിക്കാം. ഓ യാ, വിളിക്കോ അയാളെ. കമ്പൗണ്ടർ എവിടെ പോയി? ഞാൻ വരൂ. അപ്പോഴേ തലവേദന, പനി, ചുമ, തൊണ്ടവേദന, നടുവേദന, ദേഹം നൊമ്പരം. സാർ ലീവ് എടുത്ത് വീട്ടിൽ പോകോ? എത്ര അസുഖമൊക്കെ വെച്ച് സാർ ഇവിടെ ഇരുന്ന? എടോ, എനിക്കല്ല, പിന്നെ ഇയാൾക്ക്. ഇയാൾക്കാണോ? ഒന്നും വേണ്ട, തന്നെ കൂടെ ഒന്ന് നോക്കി. ഇപ്പൊ അതായാലും ഞാൻ മെഡിക്കൽ എത്തിക്സിൽ ഞാൻ നോക്കിയായിരുന്നു. അതിൻ്റെ അകത്ത് ഈ സാധനം കിടപ്പില്ല. കൊണ്ടിട്ടില്ല? ഇല്ല സാറ് നോക്കി. അത് ഞാൻ നോക്കിയാ, അതെല്ലാം ഫുൾ അടിച്ചു പറിക്കും. നോക്കി അതിൻ്റെ അകത്തില്ല. കണ്ടോ, മറ്റേ നെക്കോണ്ടോട്ടൽ ലീമെൻസ്റ്റീൻ, അതാണ് അതിന്റെ ഒരു. Should not rotate the eyes. കണ്ണ് ഇങ്ങനെ തിരിക്കല്ലേ? ടെലസ്കോപ്പ്. പേടിക്കണ്ട കേട്ടോ, പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ദിസ് ഇസ് സ്റ്റാമിൻ ഓൾ ദ കീമിൻ. അതാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക്. ഞാനതാണ് അതുവരെ. കീമോതെറാപ്പി? കീമോ വേണ്ട, അത് വേണ്ട. ഞാൻ ചുമ്മാ കിയാ കൂടെ പറഞ്ഞു വിട്ടെന്നേ. ഓക്കെ. വെരി പോയിന്റ് ഇതാണ്. ഇവിടെ എത്ര വയസ്സുണ്ട് മാഡത്തിന് ഇപ്പം? എനിക്ക് 30 ആവണേ ഉള്ളൂ. ഓ സാറേ, ഇത് ലക്ഷണം വെച്ചിട്ട് മറ്റേതാ. ഡെങ്കി. ഞാൻ പറഞ്ഞില്ലേ, എനിക്കും അതാണ് ഡൗട്ട് വന്നത്. ഡെങ്കിയാണ്. അപ്പൊ അതിന്റെ ഒരു സംഭവം അങ്ങോട്ട് എഴുതാം, അതായത് നടക്കുള്ളൂ. ഇതേ ഈ ഈഡിയസ് കൊതുക് പരത്തുന്ന ഒരു രോഗമാണിത്. കൊതുകിനെ നിയന്ത്രിക്കുക, അതാണ് ചെയ്യേണ്ടത്. നമുക്കറിയില്ല സാറേ, ഈഡിയസ് കൊതുക് ഏതാണ്, മറ്റേ കൊതുക് ഏതാണെന്നൊക്കെ നമുക്കറിയാത്ത. അയ്യോ, അതിങ്ങനെ ടെൻഷൻ അടിക്കേണ്ടത്, അറിയാനുള്ള സംഭവം ഉള്ളൂ. ഈഡിയസ് കൊതുക് എന്ന് പറഞ്ഞാൽ അതിന് മൂളിച്ച ഇച്ചിരി കൂടുതലാ എന്ന് പറഞ്ഞ് ഇങ്ങനെ നല്ല മൂളിച്ച നിൽക്കും. മറ്റേ കൊതുക് എന്ന് പറയുമ്പോൾ ഒരു പാസിങ്ങേ ഉള്ളൂ. അപ്പൊ അതേ തിരിച്ചറിയാൻ പറ്റും. ആ നല്ല മൂളിച്ച ഉള്ളതിനെ നോക്കിയാൽ കൊല്ലുക, മറ്റേ പറഞ്ഞു വിട്ടേക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഓക്കെ, ഇത് ഡെങ്കിപ്പനിയായിട്ട് അങ്ങ് ഫിക്സ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങനെ തർക്കം പാടില്ല. ഓക്കെ, നമ്മളെല്ലാം ഒരേ വർക്ക് ചെയ്യുന്ന ഡെങ്കിപ്പനിയാണ് കേട്ടോ. അതങ്ങ് ചെയ്തേക്കാം. ഓക്കെ. ഇതെന്തുവാടോ ഇത്? ഇത്രയും കണ്ട ആൾക്കാരെ ഞാൻ ഒറ്റയ്ക്ക് നോക്കാനാണോ? ഇതെന്തുവാ ഇത്? കുറെ പേരോടൊക്കെ നാളെ വരാൻ പറ. ഇതെന്ത് കഷ്ടമായത്? ഇത്രയും രോഗികൾ കയറി വരികയും ചെയ്യും, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കണം. ഇതാണ് സർക്കാർ ആശുപത്രിയിലെ ഏറ്റവും വലിയ പ്രശ്നം. രോഗികൾ ഒരുപാടുണ്ട്, നോക്കാൻ ഡോക്ടർമാരില്ല. സിസ്റ്ററെ, ഇന്ന് 22 അല്ലേ? അതെ. ഓപ്പറേഷൻ വല്ലതും ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടോ നമ്മള്? ഇല്ല ഡോക്ടർ, ഇന്നൊന്നുമില്ല. ഓപ്പറേഷൻ ചെയ്തിട്ട് കൈകിടന്ന് കുരുക്കുന്നത്, അതുകൊണ്ടാ. ഇതെന്താ ഇത്? എന്തുവാടോ, ഒരു ബെഡ് 3 പേര് കിടക്കുന്നു? എന്ത് കഷ്ടമായത്? എന്താ സിസ്റ്റർ ഇത്? പല രോഗങ്ങളുള്ള രോഗിയെ ഒരു ബെഡെ കൊണ്ടേ കിടത്തിയ ഈ രോഗം അങ്ങോട്ടും ഇങ്ങോട്ടും പകരിയല്ലേ? അയ്യോ ഡോക്ടർ, ഇവരാരും രോഗിയല്ല. രോഗികളല്ലേ ഇവര്? അല്ല. അപ്പൊ രോഗി ഏതാ? താഴെ കിടക്കുന്നതാണ്. ഹലോ, ഇയാളാണോ രോഗി? രോഗി താഴെ കിടക്കുന്നു, രോഗം ഇല്ലാത്ത എല്ലാത്തിനെയും കട്ടിലേക്ക് കയറ്റി കിടത്തുന്നു. എല്ലാത്തിനെയും പറഞ്ഞു വിട്ടെ. അയ്യോ, ഇവരൊക്കെ എന്നെ കാണാൻ വേണ്ടി വന്ന എന്റെ ബന്ധുക്കാരാ. ഇത് എന്റെ അപ്പച്ചിയുടെ മോൻ. ഇത് അവന്റെ കൂട്ടത്തിൽ ഓട്ടോറിക്ഷ ഓടിച്ചോണ്ടെന്ന് അവന്റെ കൂട്ടുകാര്. ഇത് ഞങ്ങളുടെ ഉല്ലയിലെ മൂത്ത മാവന്റെ മോൻ. അപ്പൊ സുഖവാസത്തിന് വന്നവരായി ഇവര്? അങ്ങനെയല്ല. ഇതാരാ? അതെന്റെ ഭാര്യയാണ്. അതുകൂടെ ഈ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് ഞെരുക്കി കയറ്റി വെക്കാൻ മേലായിരുന്നു? എനിക്കിത് ഈ നടുക്ക് കിടക്കുന്നതിന് വിശ്വാസമില്ല, അതുകൊണ്ടാണ് ഞാൻ അവളെ നിലത്തിറക്കി കിടന്നത്. ശരിയാ. അപ്പൊ ഒരു ബെഡേൽ ഇങ്ങനെ 3 പേര് തടിച്ചു കൂടി തിങ്ങി അങ്ങ് കിടക്കുക.
ദേ അങ്ങോട്ട് നോക്കിയേ, ഒരാൾ ഒറ്റയ്ക്ക് ഒരു ബെഡേ കിടന്ന് സൂഹിക്കുന്ന കണ്ടില്ലേ? എന്തോന്ന് സുഖം, സുഖമൊക്കെ പോയില്ലേ സാറേ? ശബത്തി കുത്തരുത്. പോയവർക്കെല്ലാം പോയി, കിട്ടിയവർക്ക് നിറയെ കിട്ടി. ഇപ്പൊ നമ്മൾക്കും കിട്ടി. എന്താണെന്നല്ലേ? GST. ഞാനും ഇറങ്ങി ഈ GST എന്താണെന്നൊന്ന് അറിയാൻ. നമുക്ക് കാണാം. എന്താണ് GST എന്ന് അറിയാമോ? തീർച്ചയായും അറിയില്ല. പത്രത്തിൽ ഇങ്ങനെ പറഞ്ഞു GST എന്ന് പറഞ്ഞു. കേട്ടല്ലോ. GST എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല. എന്താണ് GST? GST മീൻസ് ഗ്ലാസ് സോഡ ടച്ച്. കേട്ടല്ലോ. GST എന്ന് വെച്ചാൽ ഗ്ലാസ് സോഡ ടച്ച്. എന്താണ് ഈ GST? അതൊന്നും നമുക്കറിയില്ല. എന്താണ് ഈ GST? അതിപ്പോ കൂടുതലായിട്ടൊന്നും എനിക്ക് അറിയില്ല. കൂടുതലായിട്ടൊന്നും അറിയില്ല. GST ചോദിച്ച് ഈ പ്രദേശം മൊത്തം ബ്ലോക്കായി കിടക്കാണ്. എന്താണ് GST എന്ന് അറിയാമോ? ഇല്ല, അറിയില്ല. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. ഇനി നമുക്കൊരു ഫ്രീക്ക് പയ്യനോട് GST എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അവരെന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് അറിയാമല്ലോ. ഹലോ, അയ്യോ, ഇത് പ്രതിമയായിരുന്നു. എന്തായാലും ഇവിടെ GST കാണത്തില്ല. ചേട്ടാ, ഇവിടെ GST ഉണ്ടോ? ഇല്ല. എങ്കിൽ GST ഇല്ലാത്തൊരു ചായ, GST ഇല്ലാത്തൊരു കടി, GST ഇല്ലാത്ത ഏക സാധനം ഇല്ല. GST ഇല്ല. അമ്മയെ തല്ലിയാലുമുണ്ട് രണ്ട് പക്ഷം. അതുപോലെ ഒരു കാര്യത്തിന് രണ്ട് അഭിപ്രായം. ചൂടേറിയ വാർത്തകളും സംവാദങ്ങളുമായി ഇനി കാണുന്നത് വരെ GST ഈടാക്കാതെ ഒരു ഗുഡ് നൈറ്റ്. ചുമ്മാ ഇരിക്കട്ടെ, എടുത്തു.